Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ബോർഡ് എക്സാം ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രതിരോധ സർക്യൂട്ടിലൂടെ കറന്റ് ഒഴുകുമ്പോൾ ഇലക്ട്രിക് എനർജി പൂർണ്ണമായും താപോർജ്ജമായി മാറുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം താഴെ പറയുന്നവയ്ക്ക് നേർ അനുപാതത്തിലാണ്. കറന്റിന്റെ സ്ക്വയറിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും കറന്റ് ഒഴുകുന്ന സമയത്തിനും, അതായത് H=I²RT. ഇലക്ട്രിക് ഹീറ്റർ ഒക്കെ ഈ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. പാർട്ട് ചോദ്യം നോക്കാം. ഹീറ്റിംഗ് എലമെന്റുകളുടെ രണ്ട് പ്രത്യേകതകൾ എഴുതുക. ഉത്തരത്തിലേക്ക് കടക്കാം. എന്താണ് ഹീറ്റിംഗ് എലമെന്റുകളുടെ പ്രത്യേകതകൾ? ഒന്നാമത്തെ പോയിന്റ്, ഉയർന്ന പ്രതിരോധം. ഇലക്ട്രിക് എനർജിയെ താപമാക്കി മാറ്റാൻ ഉയർന്ന പ്രതിരോധമുള്ള അലോയ്സ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം. എന്ത് മാത്രം ചൂടായാലും അത് ഉരുകിപ്പോകാനോ കത്തിപ്പോകാനോ പാടില്ല. ഇനി ബി പാർട്ട് നോക്കാം. ഇലക്ട്രിക് ഫ്യൂസിന്റെ രണ്ട് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഫ്യൂസിന്റെ പ്രത്യേകതകൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അനുയോജ്യമായ ദ്രവണാങ്കം. എക്സ്ട്രാ കറന്റ് വരുമ്പോൾ പെട്ടെന്ന് ഉരുകിപ്പോകാൻ അനുയോജ്യമായ ദ്രവണാങ്കം വേണം. രണ്ടാമതായി, സുരക്ഷാ റേറ്റിംഗ്. ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് അനുസരിച്ച് 1 ആംപിയർ, 5 ആംപിയർ എന്നിങ്ങനെ ഫ്യൂസ് റേറ്റിംഗ് ഉണ്ടായിരിക്കും. സി പാർട്ട്, ഫ്യൂസ് പ്രവർത്തിക്കുന്ന തത്വം എന്താണ്? ഉയർന്ന കറന്റ് വരുമ്പോൾ ഫ്യൂസ് എങ്ങനെയാണ് ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നത്? ഇതിന്റെ തത്വം കറന്റിന്റെ താപഫലമാണ്. ഉപകരണങ്ങളെ ഇത് എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് നോക്കാം. ഫ്യൂസ് എപ്പോഴും ലൈവ് വയറിന് ശ്രേണിയിലായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അനുവദനീയമായതിലും കൂടുതൽ കറന്റ് ഒഴുകിയാൽ ജൂൾ ഹീറ്റിംഗ് കാരണം ഫ്യൂസ് വയർ പെട്ടെന്ന് ചൂടാകും. അതിന്റെ ദ്രവണാങ്കത്തിൽ എത്തുമ്പോൾ അത് ഉരുകി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു. അങ്ങനെ അമിത കറന്റ് ഉപകരണങ്ങളിൽ എത്താതെ ഇതൊരു സുരക്ഷാ സംവിധാനമായി പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഓർ ചോദ്യവുമുണ്ട്. 1100 വാട്ട് പവർ ഉള്ള ഒരു ഹീറ്റർ 220 വോൾട്ടിൽ പ്രവർത്തിക്കുന്നു. സർക്യൂട്ടിലെ കറന്റ് കണ്ടുപിടിക്കുക. 5 ആംപിയർ ഫ്യൂസ് ഇതിൽ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്കിത് പടിപടിയായി ചെയ്യാം. പവർ കാണാനുള്ള അടിസ്ഥാന സമവാക്യം P=V ഗുണിക്കണം I. ഇതിൽ നിന്നും കറന്റ് I = പവർ ഹരിക്കണം വോൾട്ടേജ്. വിലകൾ നൽകുമ്പോൾ 1100 ഹരിക്കണം 220. ഇത് ഹരിക്കുമ്പോൾ കൃത്യമായി 5 ആംപിയർ എന്ന ഉത്തരം ലഭിക്കും. ഇനി ഫ്യൂസിന്റെ കാര്യം നോക്കാം. ഹീറ്റർ ഉപയോഗിക്കുന്ന കറന്റ് കൃത്യം 5 ആംപിയർ ആണെന്ന് നമ്മൾ കണ്ടെത്തി. 5 ആംപിയർ റേറ്റിംഗ് ഉള്ള ഫ്യൂസിന് പരമാവധി 5 ആംപിയർ വരെ ഉരുകാതെ സുരക്ഷിതമായി കടത്തിവിടാൻ കഴിയും. അതുകൊണ്ട് സർക്യൂട്ടിലെ കറന്റ് സുരക്ഷിത പരിധിയിലായതിനാൽ ഫ്യൂസ് ഉരുകില്ല, ഹീറ്റർ തടസ്സങ്ങളില്ലാതെ പ്രവർത്തിക്കും. ഈ ആശയങ്ങൾ നന്നായി പരിശീലിക്കുക. ഹാപ്പി ലേണിംഗ്.